ചർമ്മത്തിന്റെ സൗന്ദര്യത്തിനും തിളക്കത്തിനും വേണ്ടി വിപണിയിൽ കിട്ടുന്ന ക്രീമുകൾ മേടിച്ച് ചർമ്മം നശിപ്പിക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ക്രീം ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കൂ. നമുക്ക് ക്രീം തയ്യാറാക്കാൻ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം വേണം. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അലവേറ ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. അലവേറ ജെല്ല് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിന്നിന്റെ ഡെഡ് സ്കിന്നൊക്കെ ഇല്ലാതാക്കാൻ അലവേറ ജെല്ലിൽ നിന്ന് സാധിക്കും. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഗ്ലിസറിനാണ് ചേർത്തേക്കുന്നത്. അത് 1/2 ടേബിൾ സ്പൂൺ ആണ് ഗ്ലിസറിൻ ചേർക്കേണ്ടത്. ഗ്ലിസറിൻ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കേണ്ടതാണ്. ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിന്റെ റിങ്കിൾസ് ഇല്ലാതാക്കാനും പിഗ്മെന്റേഷൻ ഒക്കെ ഇല്ലാതാക്കാനും ഗ്ലിസറിൻ നിന്ന് സാധിക്കും. അങ്ങനെ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ അടുത്തതായിട്ട് പോകുന്നത് ബീട്രൂട്ടിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ബീട്രൂട്ടിൻ്റെ പൗഡർ ആയതുകൊണ്ടാണ് ചെറിയൊരു പീസ് ഞാൻ ചേർത്തേക്കുന്നത്. ബീട്രൂട്ട് ആണെങ്കിലും നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൗഡർ ആണെങ്കിലും സെയിം ഗുണം തന്നെയാണ് കിട്ടുന്നത്. ബീട്രൂട്ട് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഇല്ലാതാക്കി സ്കിന്നിനെ നല്ല രീതിയിൽ തിളക്കം വെപ്പിക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അങ്ങനെ നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊരു ക്രീം പരുവത്തിലായി കിട്ടും. ഇനി ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിന്നിനകത്തിട്ട് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. നല്ലപോലെ നിങ്ങളുടെ സ്കിന്നിന് തിളക്കം വെപ്പിക്കാൻ ഈ ഒരു ക്രീമിൽ നിന്ന് സാധിക്കും. അങ്ങനെ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ട് ജ്യൂസ് ആണ് ചേർക്കുന്നതെങ്കിൽ പുറത്ത് വെക്കാൻ പാടില്ല, ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കണം, കേടാകും. ഇപ്പോൾ പൊടി ആയതുകൊണ്ട് പുറത്ത് വെച്ചാലും കേടുകൂടില്ല. നമ്മൾ ഇടുന്നതിൻ്റെ മുന്നേ നല്ലപോലെ ഫേസാണ് കഴുകിയതിന് ശേഷം ഡ്രൈ ആക്കിയിട്ട് വേണം ഈ ഒരു ക്രീം ഇട്ട് കൊടുക്കാൻ. നൈറ്റാണ് ഈ ഒരു ക്രീം ഇട്ട് കൊടുക്കേണ്ടത്. രാവിലെ ആകുമ്പോൾ നോർമൽ വാട്ടറിൽ കഴുകി നോക്ക്, മുഖത്തിൻ്റെ തിളക്കം നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ഈ ഒരു ക്രീം നിങ്ങൾ ഒരാഴ്ചയോളം ഒന്ന് ചെയ്ത് നോക്ക്, നല്ല മാറ്റം